ചായയോടൊപ്പം നല്ല മൊരിഞ്ഞ ഉള്ളു സോഫ്റ്റായിട്ടുള്ള പക്കോട ഉണ്ടാക്കിയാലോ? കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കോടയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നല്ല എളുപ്പത്തിൽ വെറും 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അടിപൊളി പക്കോടയാണ്. നല്ല ചൂട് ചായയോടൊപ്പം ഈ മൊരിഞ്ഞ പക്കോടയൊന്ന് കഴിച്ച് നോക്കണം. അടിപൊളിയാണ്. ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളും ട്രൈ ചെയ്യൂ. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും വളരെയധികം ടേസ്റ്റിയാണ്. 6 സബോള, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കടലമാവ്, കറിവേപ്പില, പിന്നെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള കായം വെള്ളത്തിലിട്ടൊന്ന് അലിയിക്കണേ. വെള്ളത്തിൽ കുറച്ച് നേരം ഇരിക്കട്ടെ. അത് അപ്പോൾ നന്നായി അലിയും. അതിനുശേഷം നമ്മൾക്ക് സബോളയും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിത്തളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞിട്ട് മല്ലിത്തളയും എല്ലാം അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. എല്ലാം ചെറുതായിട്ട് വേണം അരിയാൻ. അതിലേക്ക് നമുക്കിനി കടലമാവ് ഇടാം. ഞാനെല്ലാം കൈ അളവിലാണ് പറയുന്നത്. ഒരു 4 കൈപ്പിടി കടലമാവ് ഇടാം. അതിലേക്കിനി അടുത്തത് മൈദമാവ് ഇടാം. അതൊരു 3 കൈപ്പിടി മതി കേട്ടോ. 4 കൈപ്പിടി കടലമാവാണെങ്കിൽ 3 കൈപ്പിടി മൈദമാവ്. എല്ലാം കയ്യിൻ്റെ അളവിനാണ് ഈ പറയുന്നത്. പാകത്തിന് ഉപ്പിടാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി പെരിഞ്ജീരകം അതൊരു 1/4 ടീസ്പൂൺ മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കയ്യിൽ അരിമാവ്. എൻ്റെ അടുത്തുള്ളത് അരിമാവ് പൊടിയും ഉണ്ട്. പക്ഷേ ആട്ടിയതിൽ നിന്നും ഒരു കയ്യിൽ അരിമാവ് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും, ബേക്കിംഗ് സോഡ. പിന്നെ നമ്മളുടെ അലിയിച്ച് വെച്ച കായം ഉണ്ടല്ലോ, ചെറുതായി അലിഞ്ഞിട്ടില്ല, എന്നാലും അലിയിച്ച് നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ പൊടിയില്ല, കട്ടയുള്ളതാണുള്ളത്. അത് കാരണമാണ് ഞാൻ കട്ട ചേർത്തത്. ഇനി 1 കപ്പ് വെള്ളം എടുക്കുക. 1 കപ്പ് ഫുള്ള് വേണമെന്നില്ല, പാകത്തിന് നോക്കി നമുക്ക് കുഴച്ചെടുത്താൽ മതി. കുഴച്ചിട്ട് ലാസ്റ്റ് പരുവം നമ്മൾ കാണിച്ചു തരാമേ എങ്ങനെയാണെന്ന്. ഈ കോഴി ഒഴിക്കുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ, നല്ല ടൈറ്റും അല്ല എന്നാലും ഒരുപാട് ലൂസുമല്ല, ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്താൽ മതിയേ. ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്ക് പക്കോട ഓരോന്നായിട്ട് ഇടാം. അതിടുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലോട്ട് പൊങ്ങി വരുമ്പോൾ തന്നെ അതിൻ്റെ അറിയാം ടെക്സ്ചർ എങ്ങനെ റെഡിയായോ എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ട്. പിന്നെ പോരെങ്കിൽ പാകത്തിന് നമുക്ക് ഉപ്പിടാം കേട്ടോ. എരിവൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 പച്ചമുളക് ചേർത്തിരിക്കണം. ഇപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. എണ്ണ എപ്പോഴും മീഡിയം സൈസിൽ വെച്ചിട്ട് വേണം. ഒരുപാട് കൂട്ടിയും വെക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് കമ്മിയാക്കരുത്. ഒരുപാട് കമ്മിയായാൽ അത് എണ്ണ കുടിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. നമ്മൾ മീഡിയം ടൈം വെച്ചാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് വെന്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അത് കളർ മാത്രമേ മാറുള്ളൂ. അത് കാരണം മീഡിയത്തിൽ വെക്കണേ തീ എപ്പോഴും. പിന്നെ നിങ്ങൾക്ക് അരിമാവിന് പകരം ഞാനിപ്പോൾ അരച്ച് വെച്ച അരിമാവാണ് ഒഴിച്ചത്. ഇഡ്ഡലിക്ക് അപ്പത്തിനൊക്കെ ആട്ടി വെച്ച അരിമാവില്ലേ, അതിനൊരു കയ്യിലാണ് ഞാൻ അടുത്ത് ഒഴിച്ചത്. അതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കയ്യിൽ അരിപ്പൊടി, അല്ലെങ്കിൽ ഒരു കൈ അരിപ്പൊടി ഇട്ടാലും മതി കേട്ടോ. രണ്ടിലേതാണെങ്കിലും സെയിമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആട്ടിയ അരിമാവുമ്പോൾ ഇത്തിരി കൂടി നന്നായിട്ടുണ്ടാകും. നല്ല അതിൻ്റെ കണ്ടാൽ തന്നെ അറിയാം, ആ പക്കോട ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാം. നല്ല ചൂട് ചായയോടൊപ്പം മൊരിഞ്ഞ പക്കോട ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നല്ല ചൂട് ചായയോടൊപ്പം മുരിഞ്ഞ പക്കോടയും സോഫ്റ്റായിട്ടുള്ള മുരിഞ്ഞ പക്കോട ഉണ്ടാക്കി നോക്കണം.